ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡേ ബൈ ഡേ വിത്ത് അനൂപ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്നെന്താ ഇങ്ങനെ ഒരു പ്രത്യേകതമായ ഒരു വീഡിയോ എന്നായിരിക്കും എല്ലാവരും വിചാരിക്കേണ്ടാവില്ല. ഇതെന്താ സംഭവം എന്നൊന്നും ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതൊരു മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ട, അതായത് നമ്മുടെ ചെക്കൻ, അത് നമ്മുടെ അനിയൻ്റെ എൻഗേജ്മെൻറ്റ് നടന്ന്. അപ്പോൾ അത് മെയ് 30-നാണ് കേട്ടോ, എൻഗേജ്മെൻറ്റാണ്. മെയ് 30-നുള്ള എൻഗേജ്മെൻറ്റിൻ്റെ ഒരുക്കങ്ങളാണ് നടന്നിരിക്കുന്നത്. മേക്കപ്പ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല രസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു മേക്കപ്പ് കാര്യങ്ങളൊക്കെ, മുടിയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ജെല്ലൊക്കെ അടിച്ചിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ആരാ ചെയ്തിരിക്കുന്നത് ഞാനവർ ലിങ്ക് കൊടുക്കാം കേട്ടോ. അവർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അവർ വന്നിട്ട് ഏകദേശം ഒരു 7:30 ഒരു പറഞ്ഞ ടൈമിൽ തന്നെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ ആഘോഷങ്ങൾ എന്ത് നടക്കുകയാണെങ്കിലും നമ്മൾ ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എപ്പോഴും അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും നല്ല സന്തോഷമുള്ളൊരു ദിവസവും കൂടിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടൊരു പരിപാടി നടക്കുന്നതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് നമുക്ക് എല്ലാവർക്കും. അപ്പോൾ മേക്കപ്പ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, അവന് കഴിയാറായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങൾ കിടക്കാം. മേക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുടുംബക്ഷേത്രത്തിൽ തൊഴുകാൻ വേണ്ടി പോകുന്നുണ്ട്. വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കുടുംബക്ഷേത്രം. നമ്മൾ പല വീഡിയോസിലും നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇവിടെ നിന്നാണ് എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ കുടുംബക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മണ്ഡപത്തേക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. നാട്ടുകാർ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെക്കനങ്ങനെ ഇറങ്ങി വരികയുണ്ട്, വണ്ടി കയറാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ വണ്ടി, നമ്മൾ 2 വണ്ടിയാണ് ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു ട്രാവലറും ഒരു ക്രൂയിസറുമാണ് നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത്. ആൾക്കാരെല്ലാവരും വണ്ടി കയറാനുള്ള തിരക്കിലാണ്. എല്ലാവരും ഓരോന്ന് സെറ്റായിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. അതാ നമ്മുടെ ചെക്കൻ കയറാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. ക്രൂയിസറിലാണ് ചെക്കനെ കയറ്റിയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കിനി മണ്ഡപത്തിലേക്ക് പോകണം. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. പാലക്കാട് കല്ലിങ്കലിലുള്ള കൽപ്പക കല്യാണ മണ്ഡപത്തിലാണ് അവർ പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെണ്ണിൻ്റെ വീട്ടുകാരാണ് നമ്മൾ നിശ്ചയമായതുകൊണ്ട് അവരാണ് എല്ലാ പരിപാടിയും അറേഞ്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ട് എല്ലാവരും ഉള്ളിലേക്ക് വിളിച്ച് കയറ്റണം കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മൾ വന്ന ആൾക്കാരൊക്കെ വെൽക്കം ഡ്രിങ്ക് കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് നമ്മൾ സ്റ്റേജിൻ്റെ മണ്ഡപത്തിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മർ തന്നെ വന്നിട്ട് ചെക്കനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ചെക്കൻ്റെ അളിയൻ, അതായത് പെണ്ണിൻ്റെ ആങ്ങളെ ഉമ്മർ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവനെ വിളിച്ച് ഉള്ളിൽ കയറ്റി കൊണ്ട് ഇരുത്താനൊക്കെ വേണ്ടിയിട്ട് അവൻ ഉമ്മർ തന്നെ നിൽക്കുന്നുണ്ട്. എല്ലാവരും കുടുംബക്കാരും എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോയപ്പോൾ കുറച്ച് പേരും കൂടി വരാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം മുഹൂർത്ത സമയം വെച്ച് കഴിഞ്ഞാൽ 10:30 to 11 ആയിരുന്നു മുഹൂർത്ത സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 10 മണി ആ ടൈമിൽ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഒരു ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നതൊക്കെയാണ് ഇവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. സ്റ്റേജ് കാര്യങ്ങൾ നെൽപ്പറ എല്ലാം വെച്ച് സെറ്റാക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ആൾക്കാർ വരാനും പിന്നെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വന്ന് സെറ്റാക്കാനുള്ള ടൈമൊക്കെ ആണായിരുന്നു. താലമൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ദേശക്കാർ എല്ലാവരും കൂടി അവിടെ നിന്ന് സെറ്റാക്കിയിട്ട് എല്ലാം കൊടുക്കുന്നുണ്ട്. വിവാഹ നിശ്ചയ പത്രം. പാലക്കാട് ജില്ല ആലത്തൂർ താലൂക്ക് തേങ്കുറിശി അംശം തെക്കേ ഉതുങ്ങോട്ട് വീട്ടിൽ ശ്രീമതി സുജാതയുടെയും ചിറ്റൂർ കാളിയത്ത് വീട്ടിൽ ശ്രീമാൻ മുരളീധരൻ നായരുടെയും പുത്രി സൗഭാഗ്യവതി സുഭാഷിണിയും, പാലക്കാട് ജില്ല താലൂക്ക് കടുക്കാംകുന്നം അംശം കോടൂർ കിഴക്കേക്കളം വീട്ടിൽ ശ്രീമതി ചന്ദ്രികയുടെയും പൂവക്കോട്ട് വീട്ടിൽ ശ്രീമാൻ സുഗുണകുമാർ മേനോന്റെയും പുത്രൻ ചിരഞ്ജീവി അജിത്തും തമ്മിലുള്ള വിവാഹം തേങ്കുറിശി ഭഗവതി കല്യാണ മണ്ഡപത്തിൽ കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 2-ാം തീയതി, അതായത് 2025 മാർച്ച് 16-ാം തീയതി ഞായറാഴ്ച കാലത്ത് 10:30-നും 11:30-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ നടത്തുവാൻ ഇരു വീട്ടുകാരുടെയും ബന്ധുമിത്രാദികളുടെയും കരയോഗക്കാരുടെയും ദേശക്കാരുടെയും മഹനീയ സാന്നിധ്യത്തിൽ നിശ്ചയിച്ച് ഉറപ്പിച്ച് ഇന്ന് 2024 മെയ് മാസം 30-ാം തീയതി വ്യാഴാഴ്ച 10:30-നും 11:30-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ നിശ്ചയ താമ്പൂലം പരസ്പരം കൈമാറും. ഇതോടൊപ്പം തന്നെ മോതിരം മാറ്റൽ ചടങ്ങും നടത്തുന്നു. അപ്പോൾ ചെക്കനെ സ്റ്റേജിലേക്ക് വിളിക്കുന്ന പരിപാടി കണ്ടോ. ചെക്കൻ സ്റ്റേജിൽ കയറുന്നുണ്ട്, അതിൻ്റെ പിന്നാലെ വരണ കണ്ടോ ഞാൻ. അപ്പോൾ നമ്മൾ സ്റ്റേജിലേക്ക് കയറ്റി നിർത്തിയിട്ട് ഇനി അടുത്ത എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കുടുംബക്കാരും തമ്മിൽ താലം കൈമാറുന്നതാണ്, തട്ട് കൈമാറുന്ന പരിപാടിയാണ് അടുത്ത് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവർ കൊണ്ടുവന്ന തട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവരുടെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും കൂടി കൈമാറിയിട്ടുണ്ട്. ഇനി നമ്മൾ കൊണ്ടുവന്ന താലവും തട്ടൊക്കെ അവർക്ക് കൈമാറാൻ പരിപാടിയുണ്ട് അടുത്തത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അമ്മ ഇതൊക്കെ എടുത്തിട്ട് താലമൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് ഇത് കൊടുക്കുന്നുണ്ട്.
അമ്മയും അച്ഛനും കൂടിയിട്ടാണ് കൊടുക്കുന്നത്. അവർ അമ്മയും ആ കുട്ടിയുടെ അമ്മയും അച്ഛനുമാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ. അവർക്ക് കൈമാറിയിട്ടുണ്ട് കേട്ടോ, സംഭവം കൈമാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദത്തോടെ എല്ലാവരും സമ്മതത്തോടു കൂടിയിട്ടാണ് കേട്ടോ സംഭവങ്ങളെല്ലാം കൈമാറിയിട്ടുണ്ട്. അപ്പോൾ മോതിരം മാറൽ, മധുരം കൊടുക്കൽ, മുല്ലപ്പൂ വെച്ച് കൊടുക്കൽ, ആ ചടങ്ങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി കുറേ ഫോട്ടോഷൂട്ടിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ഫോട്ടോഗ്രാഫറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, അവരൊരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നമ്മൾ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ഫാമിലിയാണ്, ഞാൻ, അച്ഛൻ, അമ്മ, അനിയൻ, അങ്ങനെ ആ കുട്ടി, അങ്ങനെ ഞങ്ങളുടെ ഫാമിലി. ഇത് അവരുടെ ഫാമിലിയാണ് കേട്ടോ. അവർ 4 പേരും ഞങ്ങൾ 4 പേര് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് സംഭവം. ഇത് നമ്മുടെ അച്ഛൻ്റെ ഫാമിലിയിലത്തെ ആൾക്കാരുണ്ട്. അച്ഛൻ്റെ ഫാമിലിയുള്ള എല്ലാവരും വന്നവരൊക്കെയാണ് ഇതിൽ നിൽക്കുന്നത്, ഈ ഫോട്ടോയിൽ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ഫാമിലിയിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്, മുണ്ടൂരുള്ള ആൾക്കാരാണ് എല്ലാവരും. ഇത് നമ്മുടെ ദേശക്കാരാണ്, ദേശത്തിന് നമ്മൾ വിളിച്ചിട്ട് പരിപാടിക്ക് വന്നിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും അതിലുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് എൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് സനിൽ, പിന്നെ പെൺകുട്ടിയുടെ അടുത്ത് നിൽക്കുന്നത് മനുവാണ്. ഇവരുടെ ഐഡിയ പ്രകാരമുണ്ടോ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ രീതിക്ക് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണ്ടി ഇവരാണ് എടുത്തു വന്നിരിക്കുന്നത്. ഈ കണ്ട വീഡിയോസൊക്കെ ഇത്രയും ഭംഗിയായിട്ട് നമ്മൾക്ക് കാണാൻ വേണ്ടി എടുത്തു വന്നിരിക്കുന്നത് അവരാണ് കേട്ടോ. പിന്നെ സ്റ്റേജിൽ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഒന്നും നോക്കിയില്ല, ഞാനും അതിൽ കയറിയിരുന്ന് 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ചുമ്മാ അങ്ങനെ ഇരിക്കുകയല്ലേ പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനിയൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുണ്ട്, നമുക്ക് ഒന്നിപ്പിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങളിങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ അവിടുത്തെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കേണ്ടതാണ്. ആ കൽപ്പക അവർ തന്നെയാണ് ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ഏർപ്പാടാക്കിയിരിക്കുന്നത് കേട്ടോ. അവരുടെ കാറ്ററിംഗ് തന്നെയായിരുന്നു, നല്ല ഭക്ഷണമായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ അവർക്ക് ഫോട്ടോസ് എടുക്കണം, ഔട്ട്ഡോർ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്തൊക്കെ പോയി അതിൻ്റെ മണ്ഡപത്തിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ പോയി ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുത്തിട്ട് എല്ലാം സെറ്റായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ വീഡിയോയിൽ കാര്യങ്ങൾ, എൻഗേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ.